Hi guys, welcome back to Xylem Game Channel. കീം എക്സാമിനേഷൻ ഇങ്ങോട്ട് എത്താറായി. കീം എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കുറച്ച് കുറഞ്ഞൊരു എക്സാമിനേഷനാണ് കീം എക്സാമിനേഷൻ അല്ലേ? കാരണം നമ്മൾ കേരളത്തിനകത്തുള്ള ആൾക്കാരോട് മാത്രമേ മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യനും കമ്പാരിറ്റീവ്ലി എന്താണ് സിമ്പിൾ ആണ്. പക്ഷേ 2023 കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത്. എന്നാലും കമ്പാരിറ്റീവ്ലി എന്താണ് സിമ്പിൾ ആണ്. അത് മാത്രമല്ല എന്താ ഈ പറഞ്ഞ പോലെ തന്നെ കീം എക്സാമിനേഷന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എവിടുന്ന് വരാറുണ്ട്? മാത്സില NCERT-യിൽ നിന്നും വരാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് NCERT-യിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്ന് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അഥവാ ഇന്റഗ്രൽസ് പറഞ്ഞ ചാപ്റ്റർ നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്താക്കിയിട്ടുണ്ട്, NCERT-യിൽ നിന്ന് പല തവണകളായിട്ട് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാൽ എല്ലാം എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ബാക്കി വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം. റെഡി അല്ലേ? സോ നമുക്ക് ഇന്നെടുത്ത 4 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻസും ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്ന അഥവാ NCERT എക്സൈസിൽ അല്ലെങ്കിൽ NCERT ബുക്കിൽ നിങ്ങളെ ഇന്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ് പഠിച്ച 6 ഫോർമുലാസുമായിട്ട് എന്താണ് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ആ 6 ഫോർമുല നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. റെഡി? അപ്പോൾ ഫസ്റ്റ് ഓരോന്നേരം പഠിക്കാം. ഫസ്റ്റ് ഇന്റഗ്രൽ 1/x² - a² dx അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സിംപ്ലി 1/2a log mod x - a divided by x plus a plus c. Am I correct? Yes. Okay. ഇനി അടുത്തത് ഇന്റഗ്രൽ 1/a² - x² dx അല്ലെ എന്ന് പറഞ്ഞാൽ 1/2a log mod a plus x divided by a minus x plus c. ഓക്കെ, പക്ഷേ ഇവർ രണ്ടുപേരെയും നമുക്ക് എന്ത് ചെയ്യാണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാറുണ്ട്, മാറിപ്പോവാറുണ്ട്. എടാ ശരിയല്ലേ? ഓക്കെ, അഥവാ സാർ ഇവിടെ x² - ഇവിടെ x - a വരുമോ, അല്ലെ a plus x വരുമോ, അല്ല അങ്ങനെ എപ്പോഴും ഡൗട്ട് വരാറ്. അപ്പൊ അതെങ്ങനെ ഓർത്ത് വെക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ x² - a² ആണെങ്കിൽ ഇവിടെ എന്ത് വരും, x ആണ് വരിക. ഇവിടെ a² - x² ആണെങ്കിൽ അവിടെ a അല്ലെ, അഥവാ x കൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ x, a കൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ a, അങ്ങനെയാണ് വരിക. അതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി അടുത്തത് സാറേ x കഴിഞ്ഞാൽ മൈനസ് വരുമോ അല്ല പ്ലസ് വരുമോ എന്നാണ് അടുത്ത ഡൗട്ട് അല്ലെ. നമ്മൾ ഇത്രയും ആലോചിക്കുക. നമ്മളൊരാൾ തേച്ചിട്ട് പോയി എന്ന് വിചാരിക്കാം, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരാളെ തേച്ചിട്ട് പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ശരിക്കും ആ തേച്ചിട്ട് പോയ ആളെ അവിടെ മനസ്സ് നമ്മൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പരീക്ഷയ്ക്ക് നല്ല പെർഫോമൻസ് കിട്ടി A+ കിട്ടുള്ളൂ. ശരിയല്ലേ മക്കളെ? ഓക്കെ, അഥവാ ശ്രദ്ധിക്കുക, അഥവാ ഈ തേച്ചിട്ട് പോയാൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, x അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കൂ, x-നെ ഒഴിവാക്കണം, x മൈനസ്, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, A+ കിട്ടുള്ളൂ. മനസ്സിലല്ലേ? x-നെ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ഗൈസ്, A+ കിട്ടുള്ളൂ. അങ്ങനെ ഓർത്തു വെച്ചാൽ നമ്മൾ എന്താവില്ല, മറന്നു പോകില്ല കേട്ടോ. ഓക്കെ, റെഡി? സോ അപ്പൊ അതായി. ഓക്കെ, ഇനി അടുത്തത് ലിസൺ. അപ്പൊ ഇവിടെ x ആണെങ്കിൽ മൈനസ്, x-നെ ഒഴിവാക്കുക അല്ലെ, a ആണെങ്കിൽ പ്ലസ്, A+ വാങ്ങും, അങ്ങനെ വരയ്ക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ശ്രദ്ധിക്കുക മക്കളെ, അടുത്തത് എന്താണ്, ഇന്റഗ്രൽ 1/x² + a² ഓക്കെ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സിംപിളി എന്താണ്, 1/a tan ഇൻവേഴ്സ് x/a + c. ഓക്കെ, അതേപോലെ ഇന്റഗ്രൽ √a² - x² dx അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ ഇൻവേഴ്സ് x/a + c. ഓക്കെ, റെഡി അല്ലേ? അതോടൊപ്പം തന്നെ അടുത്തത് ഇന്റഗ്രൽ 1/√x² + a² dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോഗ് മോഡ് x plus √x² + a² + c. ഓക്കെ, അഥവാ ഇന്റഗ്രൽ √x² - a² dx അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ്, ലോഗ് മോഡ് x plus √x² - a² + c. ഓക്കെ മക്കളെ, ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും നിങ്ങൾ ഒരുമിച്ച് പഠിക്കുക. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് രണ്ടും കൂടി നമ്മൾ എന്താക്കാം, ഒരുമിച്ച് പഠിക്കാം. റെഡി അല്ലേ? ഇവർ രണ്ടുപേര് നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് പഠിക്കുക. റെഡി അല്ലേ? അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. എന്താണ്, ഇവിടെ എന്തുണ്ട്, 1/a ഉണ്ട്, ഇവിടെ എന്തില്ല, 1/a ഇല്ല. അപ്പൊ ആരുടെ കൂടെയാണ് 1/a ഉണ്ടാവുക, ആരുടെ കൂടെയാണ് 1/a ഇല്ലാതിരിക്കുക എന്ന് നമ്മൾ നോക്കാം. ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് നോക്കാം. അഥവാ ഇവിടെ സൈൻ ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ സൈൻ ആണ് വരുന്നിരിക്കുന്ന സമയം നമുക്കറിയാം അല്ലെ, സൈൻ അല്ലെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്താണ്, സിൻ എന്നാണ്. സിൻ എന്നുള്ള ഒരു നെഗറ്റീവ് മീനിങ് ആണ്, പാപം, അങ്ങനെ നെഗറ്റീവ് മീനിങ് ആണ്. ഓക്കെ അല്ലെ? അപ്പൊ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. അഥവാ നമ്മൾ എന്താക്കി, ഇവിടെ
1/a ഉണ്ടായിരുന്നു, അവനെ സൈൻ എന്താക്കി കൊന്നു കളഞ്ഞു. ഓക്കെ അല്ലേ, അവൻ കൊന്നു കളഞ്ഞു. അത്രയും ആലോചിക്കാം. റെഡി അല്ലേ, പാപം ചെയ്യുന്നവനാണ് സൈൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് ആ ഫോർമുല എന്താക്കും, നമ്മുടെ മനസ്സിലേക്ക് തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഓക്കെ അല്ലേ, അതോടെ ഇത് രണ്ടും എന്താണ്, ഒരേ ഫോർമാറ്റിൽ രണ്ട് ഫോർമുലാസ് ആണ്. ഓക്കെ, റെഡി അല്ലേ, റെഡി. സോ ശ്രദ്ധിക്കുക, അതോടൊപ്പം തന്നെ ഇന്റഗ്രൽ 1/x² + a² എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതുമായി റിലേറ്റഡ് ആണ്, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് d/dx ഓഫ് tan ഇൻവേഴ്സ് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലേ, വാട്ട് ഇസ് ദാറ്റ് 1/1 + x² അല്ലെ. അതേപോലെ അങ്ങനെയാണെങ്കിൽ 1/1 + x² ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, tan ഇൻവേഴ്സ് x. ഓക്കെ, ശരിയല്ലേ. ഇവിടെ 1ന്റെ സ്ഥാനത്ത് എന്ത് വന്നേ ഉള്ളൂ, a വന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്ത് നമുക്ക് പഠിച്ചാൽ എളുപ്പത്തിൽ ഓർമ്മയിൽ നിൽക്കാം. അത് നമുക്ക് എന്താക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇത് 2020 ചോദ്യമാണ്. അങ്ങ് പഴയ അക്കാബിലെ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ജാംബവാന്റെ കാലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഞാൻ എടുത്ത് വന്നിരിക്കുന്നത്. ഇത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഇത് നോക്കുമ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇന്റഗ്രൽ 1/x² - 25 dx അല്ലേ. വാട്ട് ഈസ് ദാറ്റ് ഗൈസ്? ഓക്കെ, ഇന്റഗ്രൽ 1/x² - 25 എനിക്ക് x² - 5² dx എന്നാക്കി കൂടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതാ ഈ ഫോർമുല, ഫസ്റ്റ് ഫോർമുല ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ അല്ലേ, അഥവാ നോക്കൂ മക്കളെ, 1/2 ഇൻറ്റു അല്ലെ, ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ്, a എന്ന് പറഞ്ഞാൽ എന്താണ്, ഈവനാണ് a അല്ലെ, ഈവനാണ് a. അപ്പൊ a എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, 5 ആണ് അല്ലെ, 2 × 5 അല്ലെ. ലോഗ് മോഡ്. ഓക്കെ, എക്സ് അല്ലെ, ഇവിടെ നോക്കൂ മക്കളെ, നിങ്ങൾ ഇവിടെ എക്സ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ഇവിടെയും എന്താക്കുന്നു, എക്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ എക്സ് ആകുമ്പോൾ അവൻ ഒഴിവാക്കണം എന്നാ പറഞ്ഞ്, അപ്പൊ x - 5 അല്ലെ ഡിവൈഡ് ബൈ താഴെ എന്തോരാണ് മക്കളെ, x + 5 + c. Okay, so which option is correct? I think option D is the correct answer. Okay, that is 1/10 into log mod x - 5 divided by x + 5 + c. Ale, option D is the correct answer. Simple question, direct from NCERT. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ നോക്കൂ, ശ്രദ്ധിക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ NCERT-ൽ ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇല്ല. ശ്രദ്ധിക്കുക, ഈ എക്സിന്റെ ഈ +5 കണ്ടോടാ, അതിന് പകരം അവിടെ +1 -1 അങ്ങനെ എന്താണ് NCERT-ലുള്ളത്. ഓക്കെ, എന്തായാലും പ്രൊസീജിയർ എന്താണ്, സെയിം ആണ്. സോ നമുക്ക് പഠിക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമാണ് ടഫ് എന്ന് പറഞ്ഞ 2023-ൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഓക്കെ അല്ലേ, സോ NCERT. ഓക്കെ, ശ്രദ്ധിക്കുക, നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഈ ക്വസ്റ്റ്യൻ എടുക്കാം അല്ലെ. ഞാനിവിടെ I = എന്ന് കൊടുത്തു അല്ലെ, ഇന്റഗ്രൽ x + 5 divided by x² - 1 dx എന്ന് കൊടുത്തു. ഓക്കെ, റെഡി അല്ലേ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാണ്, സെപ്പറേറ്റ് ഞാൻ എന്താക്കാണ്, ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ അല്ലേ, അപ്പൊ ഇന്റഗ്രൽ x divided by x² - 1 dx. ഓക്കെ അല്ലേ, പ്ലസ് ഇന്റഗ്രൽ 5 divided by x² - 1 dx. അങ്ങനെ ഞാൻ എന്താക്കി മാറ്റി മക്കളെ, രണ്ട് ഇന്റഗ്രൽ ആക്കിയിട്ട് ഇവനെ എന്താക്കി മാറ്റി. ഓക്കെ അല്ലേ, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇന്റഗ്രൽ x divided by x² - 1. ഓക്കെ, നമുക്കറിയാം ഇത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യേണ്ടത് അല്ലെ. പക്ഷേ നമ്മളൊരു ചെറിയൊരു ഷോർട്ട് കട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലെ, എന്താണത്? ശ്രദ്ധിക്കുക, ഇന്റഗ്രൽ ഓഫ് f' ഡിവൈഡഡ് ബൈ f(x) dx. മക്കൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ വേഗം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. എന്താണത്? ലോഗ് മോഡ് f(x) + c അല്ലെ. എന്താണ് ആ ഷോർട്ട് കട്ട് പറയുന്നത്? അഥവാ ശ്രദ്ധിക്കും മക്കളെ, താഴെ ഒരു സംഭവമുണ്ട് അല്ലെ, അതിന്റെ ഡെറിവേറ്റീവ് അതേപോലെ മുകളിലുണ്ട് എങ്കിൽ, ഓക്കെ, അതിന്റെ ഡെറിവേറ്റീവ് അതേപോലെ മുകളിലുണ്ട് എങ്കിൽ നമുക്ക് എന്താക്കാം, ലോഗ് ഈ പറഞ്ഞ പോലെ തന്നെ താഴെയുള്ള ഫംഗ്ഷൻ f(x) അല്ലെ. പക്ഷെ ഇവിടെ കാണുന്ന സമയത്ത് നമുക്കറിയാം അല്ലെ, ഇവിടെ ഡെറിവേറ്റീവ് x² - 1ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിവൈഡ്സ് ഓഫ് x² - 1 നമുക്കറിയാം എന്താണ്, 2x ആണ് അല്ലെ. അത് അവിടെ ഇല്ല, പക്ഷെ പകരം എന്തുണ്ട്, x ഉണ്ട്. ഓക്കെ അല്ലെ, x ഉണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്താക്കാണ്, ഒരു 2 കൊണ്ട് ഞാൻ ഇവിടെ എന്താക്കാണ്, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ അല്ലേ, അപ്പൊ ഇത് 2x ആയി. അങ്ങനെ ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല, എനിക്ക് എന്താക്കണം, ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 1/2 കൊണ്ട് പുറത്ത് എന്താക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ എന്നിട്ട് 1/2 ഇൻറ്റു അല്ലെ, ഇവരാണെങ്കിലോ ലോഗ്. ഓക്കെ, ശ്രദ്ധിക്കുക, ലോഗ് അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കൂ, ഈ താഴെയുള്ള ചങ്ങാതിയുടെ അതേപോലെ എന്തായി മക്കളെ, മുകളിൽ ഡെറിവേറ്റീവ് വന്നു അല്ലെ. അപ്പൊ നമുക്ക് f' ഡിവൈഡ് ബൈ f(x) ആണ് അല്ലെ. സോ ലോഗ് മോഡ് x² - 1 എന്നായി അല്ലെ. പ്ലസ് എനിവനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ, 1 ഡിവൈഡ് ബൈ അല്ലെ x² - 1 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, x² - 1² എന്ന് പറയാം അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. സോ പരിപാടി കഴിഞ്ഞു. ഇവിടെ ഒന്നാമത്തെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്? ഓക്കെ, ഒന്നാമത്തെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കമോൺ പറയൂ, 1/2 അല്ലെ, ലോഗ് മോഡ് ഓക്കെ x² - 1. ഓക്കെ അല്ലെ. അടുത്തത് മക്കളെ ശ്രദ്ധിക്കുക, എന്താണ്, +5 ഇൻറ്റു. ഓക്കെ, ഇത് ഏത് ഫോർമാറ്റാ? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാ അല്ലെ, 1/2 ലോഗ് x - 1 ഡിവൈഡ് ബൈ x
പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ എന്തിലില്ല, നമ്മുടെ ആൻസറിലില്ല അല്ലേ. നമ്മൾ ഓപ്ഷനുള്ള പോലെ ആക്കി എടുക്കണം. അപ്പോൾ ആൻസർ നോക്കുക. അപ്പോൾ ഇവിടെ x-1 x+1 ടേംസ് ഒക്കെ ആണ്. അപ്പോൾ അതിലേക്ക് മൊത്തം നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടിക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ 1/2 ഇൻറ്റു, അതിന് മുമ്പ് എന്താണ് x² - 1 എന്ന് പറഞ്ഞാൽ, മക്കളെ x² - 1 എന്ന് പറയുമ്പോൾ എന്താണ്, x-1 ഇൻറ്റു എന്താണ് മക്കളെ, x+1 ആണ് അല്ലേ. അതെ, ഇവിടെ 5/2 അല്ലേ, ലോഗ് x-1 ഡിവൈഡ് ബൈ x+1 പ്ലസ് c അവിടെ കിടപ്പുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. എന്താണ് ലോഗ് a ഇൻറ്റു ലോഗ് ബി, ലോഗ് a ഇൻറ്റു ബി എന്താണ്, ലോഗ് a പ്ലസ് ലോഗ് ബി അല്ലേ. സോ ഇവിടെ 1/2 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ എന്ത് കിട്ടും, ലോഗ് x-1 അല്ലെ പ്ലസ് ലോഗ് x+1. യെസ്, ഇനി പ്ലസ് 5/2 അല്ലെ, എന്ത് ലോഗ് a/b. എന്താ ലോഗ് a/b എന്ന് പറഞ്ഞാൽ ലോഗ് a മൈനസ് ലോഗ് ബി അല്ലെ. ഇപ്പൊ ലോഗ് x-1 മൈനസ് എന്ത് വരും മക്കളെ, ലോഗ് x+1 എന്ന് വരും. റെഡി അല്ലേ. ഇനി 1/2 ഞാൻ ഉള്ളിലേക്ക് കൊടുക്കുന്നു വിചാരിക്കുക. അപ്പൊ സോ നമുക്ക് എന്താ പറയാം, 1/2 ലോഗ് x-1 അല്ലെ പ്ലസ് 1/2 ലോഗ് x+1 അല്ലെ പ്ലസ് 5/2 ലോഗ് x-1 മൈനസ് 5/2 ലോഗ് x+1 എന്ന് വരും. ഓക്കെ, സോ ഗൈസ് നമുക്ക് എന്ത് ചെയ്യാണ് ശ്രദ്ധിക്കുക, ഇവിടെ 1/2 ലോഗ് x-1 അതേപോലെ തന്നെ 5/2 ലോഗ് x-1 അല്ലെ, അത് രണ്ട് പേര് നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക, ഒന്നുമില്ല, 1/2 പ്ലസ് 5/2 എന്ന് പറയുമ്പോൾ 6/2 ആണ് അല്ലേ. 6/2 എന്ന് പറയുമ്പോൾ എന്താണ്, 3 ആണ്. അപ്പൊ 3 ലോഗ് x-1 അല്ലെ. ഇനി ഇവിടെ 1/2 മൈനസ് 5/2, എന്നാ 1/2 മൈനസ് 5/2 എന്ന് പറഞ്ഞാൽ മൈനസ് 4/2 ആണ്. മൈനസ് 4/2 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, -2 ആണ് അല്ലെ. ലോഗ് x+1 അല്ലെ പ്ലസ് c. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയാട്ടെ. യെസ്, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഇത് 2023 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവസാനം ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്, ഫ്രം ഡയറക്റ്റ് NCERT ആണ്. ഓക്കെ, സോ ഗൈസ് നമുക്ക് അടുത്ത ചോദ്യം നോക്കണം. ഓക്കെ മക്കൾ, ഇതേപോലത്തെ ക്വസ്റ്റ്യനും എന്തുണ്ട്, ഡയറക്റ്റ് NCERT ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം അല്ലെ. ഇതെന്താണ്, ഇത് ഏത് ഫോർമാറ്റ് ആണ്, 1/(ax² + bx + c എന്ന് പറഞ്ഞ ഫോർമാറ്റ് ആണ് അല്ലെ. ഇന്റഗ്രൽ 1/(ax² + bx + c എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ് അല്ലെ. മക്കളെ, ഇങ്ങനത്തെ ഫോർമാറ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ഒന്നുമില്ല, താഴെയുള്ള ടേമിന്റെ സ്ക്വയർ കംപ്ലീഷൻ നടത്തുക അല്ലെ. അപ്പോൾ താഴെയുള്ള ടേം അല്ലെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ നമുക്ക് നോക്കാം. ഇന്റഗ്രൽ 1/(x² - 2x + 2 dx. ഓക്കെ, ലിസൺ, ശ്രദ്ധിക്കുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും മക്കളെ, നിങ്ങൾ നോക്കൂ. ശ്രദ്ധിക്കുക, ഇവിടെ താഴെയുള്ള ടേം എന്ന് പറയുമ്പോൾ എന്താണ്, ദിസ് വൺ അല്ലെ. അപ്പൊ അതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ്, നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ നടത്തേണ്ട പ്രൊസീജിയർ എന്താ, എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, അതിന്റെ പകുതിയുടെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ് മക്കളെ, -2 ആണ്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എന്താണ്, -1 ആണ്. -1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, +1 ആണ്. അപ്പൊ നമ്മൾ +1 ആഡ് ചെയ്യുക, അതേപോലെ സബ്ട്രാക്ട് ചെയ്യുക അല്ലെ. സോ x² - 2x അല്ലെ, ഒരു +1 കൊടുക്കുന്നു, അതേപോലെ എന്താണ്, -1 കൊടുക്കുന്നു അല്ലെ, dx. കറക്റ്റ്. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മളെ വാട്ട് ഈസ് x² - 2x + 1 നമുക്കറിയാം അല്ലെ. വാട്ട് ഈസ് ആർ സിംപ്ലി x - 1 the whole square അല്ലെ പ്ലസ് വാട്ട് ഈസ് 1 ഓക്കെ dx. ഓക്കെ മക്കളെ, 1 എന്ന് പറയുന്നതാണ് 1² അല്ലെ. മക്കളെ നമുക്കറിയാം അല്ലെ, 1/(x² + a² എന്ന് പറഞ്ഞാൽ എന്താണ്, 1/a tan inverse x/a അല്ലെ. ഇവിടെ x എന്ന സ്ഥാനത്ത് എന്ത് വന്നേ ഉള്ളൂ, x-1 വന്നേ ഉള്ളൂ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നമുക്ക് ഡയറക്റ്റ് എഴുതാം അല്ലെ. എന്താ, 1/1 അല്ലെ tan inverse what is that x-1 divided by 1 plus c. Okay അല്ലെ. So what is the answer എന്ത് വരും മക്കളെ, tan inverse x-1 plus c is the correct answer. That is also option A is the right answer. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഓഫ് sin² pi x. ഇതും 2023 ക്വസ്റ്റ്യൻ. ഞാൻ ഈ ചെയ്ത് നോക്കൂ, ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ ഒക്കെ എന്താണ് 2023 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, sin² pi x. സാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾ NCERT കണ്ടിട്ടില്ലല്ലോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ
അതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാ? സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, സൈൻ സ്ക്വയർ 2x, കോസ് സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ 2x, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെയുണ്ട്? NCERT-ലുണ്ട് അല്ലെ. അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് എന്താ? സൈൻ സ്ക്വയർ പൈ എക്സ്. ഓക്കെ, അപ്പൊ മക്കളെ എങ്ങനെയാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യുക? അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു 2 ഫോർമുലാസ് നമ്മൾ പഠിക്കണം. ഓക്കെ അല്ലെ. എന്താ? ഒന്നുമില്ല, 1 മൈനസ് കോസ് 2x എന്ന് പറഞ്ഞ് ബൈ, അല്ലെങ്കിൽ 1 മൈനസ് കോസ് 2x ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇത് സിംപിളി സൈൻ സ്ക്വയർ എക്സ് ആണ് അല്ലെ. അപ്പൊ 1 പ്ലസ് കോസ് 2x ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇത് സിംപിളി എന്താണ്? കോസ് സ്ക്വയർ എക്സ് ആണ് അല്ലെ. പക്ഷെ നമുക്കിവിടെ എന്താണ്? സൈൻ സ്ക്വയർ എക്സ് അല്ല ഉള്ളത്, എന്താണ്? സൈൻ സ്ക്വയർ പൈ എക്സ് ഉള്ളത് അല്ലെ. അപ്പോൾ വളരെ എളുപ്പമാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ എക്സിനെ ഞാൻ എന്താക്കാണ്? പൈ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാണ് അല്ലെ. അപ്പോൾ ശ്രദ്ധിക്കുക, റൈറ്റ് സൈഡ് ഞാൻ എക്സിനെ പൈ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കിയാൽ മതി? ലെഫ്റ്റും എക്സിനെ നിങ്ങൾ എന്താക്കിയാൽ മതി? പൈ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ അല്ലെ. സോ സൈൻ സ്ക്വയർ പൈ എക്സിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാടാ? 1 മൈനസ് കോസ് 2 പൈ എക്സ് ഡിവൈഡ് ബൈ എന്താക്കാം? 2 എന്ന് പറഞ്ഞു എഴുതാം. ഓക്കെ അല്ലെ. അത്രേ ഉള്ളൂ പരിപാടി. സോ നമുക്ക് ഇവിടെ ഇന്റഗ്രൽ വാട്ട്? സൈൻ സ്ക്വയർ പൈ എക്സ് ഡി എക്സ്. ഓക്കെ അല്ലെ. ഇന്റഗ്രൽ സൈൻ സ്ക്വയർ പൈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് അല്ലെ കോസ് 2 പൈ എക്സ് ഡിവൈഡ് ബൈ 2 എന്താണ് മക്കളെ? ഡി എക്സ് എന്ന് വരും അല്ലേ. യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് സെപ്പറേറ്റ് അത് ഭംഗിയാക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഞാൻ 1/2 പുറത്തെടുക്കാണ്. എന്നിട്ട് ഇന്റഗ്രൽ സ്പ്ലിറ്റ് ആയി കൊടുത്താൽ 1/2 ഇന്റഗ്രൽ 1 ഡി എക്സ് അല്ലെ മൈനസ് വാട്ട്? കോസ് 2 പൈ എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഇന്റഗ്രൽ അല്ലേ മക്കളെ. ഇതിൽ 1/2 എന്താണ്? കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തത് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 1/2 ഇൻറ്റു അല്ലെ എന്താടാ? ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ സിംപിളി എന്താടാ? എക്സ് ആണ് അല്ലെ. എക്സ് ആണ്, സമ്മതിച്ചു. ഓക്കെ, റെഡി അല്ലേ. ഇനി വാട്ട് ഇസ് ഇന്റഗ്രൽ കോസ് 2 പൈ എക്സ്? എന്താ സാധനം? ഇറ്റ് ഇസ് സിംപിളി സൈൻ 2 പൈ എക്സ്. ഓക്കെ, സൈൻ 2 പൈ എക്സ് ഡിവൈഡഡ് ബൈ എന്താണ്? 2 പൈ ആണ്. ഓക്കെ അല്ലേ. പ്ലസ് സി. ആഹാ, അതെങ്ങനെയാ വന്നേ? വളരെ എളുപ്പമാണ് മക്കളെ, ശ്രദ്ധിക്കുക. അഥവാ ഇന്റഗ്രൽ നോക്കണം, ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് അല്ലെ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ, ഓക്കെ ശ്രദ്ധിക്കുക, കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? ഇത് സിംപിളി എന്താണ്? സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള എ. മനസ്സിലായില്ലേ? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള എ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ ഇന്റഗ്രൽ കോസ് 2x ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? എന്താണ്? ഇതേപോലെ തന്നെയാണ് എന്താ? സൈൻ 2x ഡിവൈഡ് ബൈ 2 പ്ലസ് സി. മനസ്സിലായില്ലേ? ഓക്കെ, റെഡി അല്ലേ. അപ്പോൾ അതേപോലെ ഇന്റഗ്രൽ കോസ് 2 പൈ എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സൈൻ 2 പൈ എക്സ് ഡിവൈഡ് ബൈ എന്താണ് മക്കളെ? 2 പൈ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1/2 ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ x/2 അല്ലെ മൈനസ് വാട്ട്? സൈൻ 2 പൈ എക്സ് ഡിവൈഡഡ് ബൈ 4 പൈ പ്ലസ് സി. ഒന്ന് നമ്മുടെ ഉത്തരമായി, ആൻസറായി. റെഡി അല്ലേ. NCERT നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫോർ കീം എക്സാമിനേഷൻ നിങ്ങൾ NCERT മക്കൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സെക്ഷനാണ് എന്ത്? ഈ പറഞ്ഞ പോലെ തന്നെ ഇത്, അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എക്സാമിനേഷൻ ആണ് എന്ത്? കീം എക്സാമിനേഷൻ. നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എക്സാമിനേഷനാണ് ക്രീം എക്സാമിനേഷൻ. നല്ല കോളേജ് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ നമുക്ക് നല്ല എഞ്ചിനീയറായിട്ട് മാറാൻ സാധിക്കും. ഓക്കെ, സോ ബി പ്രിപ്പയർഡ്. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക. അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. സോ അടുത്തൊരു വീഡിയോയിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.